ഏറെ നിരാശാജനകമായ ദുഃഖകരമായ ഒരു പരിണിതി വിവാദത്തിലുണ്ടാവുകയാണ്. കഴകക്കാരനാവാൻ വലിയ തോതിൽ ആഗ്രഹിച്ചു വന്ന ബാലു ഒടുക്കം ഞാൻ ഓഫീസ് ജോലി തന്നെ ചെയ്തോളാം, തന്ത്രിമാരുടെ അനിഷ്ടവും താല്പര്യക്കുറവും ഒക്കെ ഏറ്റുവാങ്ങിക്കൊണ്ട് ജോലിയെടുക്കാൻ ഞാനില്ല എന്ന് ബാലു തീരുമാനമെടുക്കുകയാണ്. എന്തൊക്കെയാണ് ബാലു ഈ അഖിൽ സംസാരിച്ചപ്പോൾ സൂചിപ്പിച്ച കാര്യങ്ങൾ? സൈഫു, നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ഒരു നിരക്ഷര പക്ഷെ നമുക്ക് കേൾക്കാൻ കഴിയുമെന്നുള്ളത് തന്നെയാണ്. അദ്ദേഹം കൃത്യമായി തന്നെ പറഞ്ഞു താൻ ആ ജോലിക്ക് ഇല്ല എന്നുള്ളതാണ്. അതായത് കഴകക്കാരനാകാൻ താൻ ഇനി ഇല്ല എന്നുള്ള ഒരു കാര്യമാണ് ബാലു കൃത്യമായി തന്നെ പറയുന്നത്. അത് ഇനിയൊരു പ്രശ്നം ഉണ്ടാകാൻ, അതായത് താൻ കാരണം ഒരു വിഷയമോ ഒരു തർക്കമോ ഒന്നും ഉണ്ടാകാൻ ആഗ്രഹിക്കുന്നില്ല, അതുകൊണ്ട് ഇനി ആ ജോലിയിലേക്ക് ഒരിക്കലും ഇല്ല എന്നുള്ളൊരു കാര്യം കൃത്യമായി തന്നെ ബാലു പറയുകയാണ് എന്നുള്ളതാണ്. ഒപ്പം തന്നെ ബാലു പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. അതായത് താൻ ഈ നേരിട്ട് തന്ത്രിമാരുമായി കണ്ടില്ല, പക്ഷെ തനിക്കൊരു അറിയിപ്പ് അല്ലെങ്കിൽ ഒരു ഓർഡർ ലഭിക്കുമ്പോഴാണ് ഇത്തരത്തിൽ തന്റെ താല്പര്യമില്ല അല്ലെങ്കിൽ തന്റെ കാര്യത്തിൽ നിയമനത്തിൽ ഒരു പരാതി ഉണ്ട് എന്ന് ഇവരെ പറയുന്നത്. അത് തന്നെ വേദനിപ്പിച്ചു എന്നുള്ള ഒരു കാര്യം തന്നെയാണ് ബാലു പറഞ്ഞു വയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത്ര ദിവസം ഒരുപക്ഷെ ബാലുവിന്റെ നിയമനവുമായി ബന്ധപ്പെട്ട സർക്കാരടക്കം മുന്നോട്ട് പോകുന്നു. ദേവസ്വം ബോർഡ് പറയുന്നു, കൃത്യമായി തന്നെ പറഞ്ഞു ബാലുവിന് ആ ജോലിയിൽ തന്നെ ലീവ് കഴിഞ്ഞു വന്നാൽ പ്രവേശിപ്പിക്കുന്നുള്ളൂ. പക്ഷെ ഇപ്പോൾ അതിനെല്ലാം തന്നെ, അതായത് ഇനി അതിന്റെ ഒന്നും ആവശ്യം വരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ബാലു പറഞ്ഞിരിക്കുന്നു താൻ ഇനി ആ ജോലിയിൽ തിരികെ പ്രവേശിക്കാനില്ല. അത് തന്റെ കുടുംബവുമായൊക്കെ തന്നെ ആലോചിച്ചെടുത്ത ഒരു തീരുമാനമാണ്. കുടുംബമടക്കം ആ കാര്യം തന്നെയാണ് പറയുകയും ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഇനി ആ ജോലി പ്രവേശിക്കുന്നില്ല എന്നൊരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ സർക്കാരിന്റെയും ദേവസ്വം ബോർഡിന്റെയും ഒരു സ്റ്റാൻഡ് എന്തായിരിക്കും? കാരണം ഇന്ന് നിയമസഭയിലടക്കം VN വാസവൻ കൃത്യമായി സർക്കാരിന്റെ സ്റ്റാൻഡ് പറഞ്ഞു കഴിഞ്ഞതാണ്. കഴകക്കാരനായി നിയമിച്ചതാണ് ബാലുവിനെ, ബാലു തന്നെ ആ പോസ്റ്റിൽ ഉണ്ടാകും എന്ന് ദേവസ്വം ബോർഡും അക്കാര്യത്തിൽ ഒരു കണിശത പുലർത്തുന്നത് ഇന്ന് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ബാലു സ്വന്തമായി അങ്ങനെ ഒരു തീരുമാനമെടുക്കുന്നുണ്ടെങ്കിൽ ദേവസ്വം ബോർഡിന്റെയും സർക്കാർ പ്രതിനിധികളുടെയും ഒക്കെ ഒരു പ്രതികരണം എങ്ങനെയായിരിക്കും? സൈഫു, ഇതിലൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത്തരത്തിൽ ഒരു തീരുമാനമെടുത്തു കഴിഞ്ഞാൽ, അതായത് ഒരു കഴക പോസ്റ്റിലേക്ക് ദേവസ്വം റിക്രൂട്ട്മെന്റ് പ്രകാരം ഏതെങ്കിലും കഴക പോസ്റ്റ് എന്നല്ല മറ്റേതൊരു പോസ്റ്റിലേക്ക് നിയമിച്ചാലും അതിൽ നിന്നും അയാളെ മാറ്റുക അല്ലെങ്കിൽ മറ്റൊരു തസ്തികയിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ ഈ വ്യക്തിയുടെ ഒരു അനുമതി വേണം. അതായത് ഇയാൾ പറയണം, ആവശ്യപ്പെട്ടാലാണ് ഒരു മാറ്റം ഉണ്ടാവുക എന്നതാണ്. അപ്പോൾ സ്വാഭാവികമായും ബാലു ഇത്തരത്തിലൊരു മാറ്റം തന്നെ ഇപ്പോൾ നിലവിൽ ബാലുവിനെ അവിടേക്ക് മാറ്റിയിട്ടുണ്ട്. അതായത് ഓഫീസ് ജോലികളിലേക്ക് വർക്കിംഗ് അറേഞ്ച്മെന്റിന്റെ ഭാഗമായിട്ട് ദേവസ്വം ബോർഡ് മാറ്റിയിട്ടുണ്ട്. സ്വാഭാവികമായും ബാലു അത്തരത്തിൽ അവിടേക്ക് ഇനി ഇല്ല എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ സർക്കാരിന് അവിടെ തന്നെ നിയമിക്കണമെന്നൊരു കടുംപിടുത്തത്തിലേക്ക് പോകാൻ കഴിയും, അല്ലെങ്കിൽ അതിലേക്ക് നീങ്ങുമെന്ന് നമുക്ക് കരുതാൻ കഴിയില്ല. കാരണം അദ്ദേഹം ഒരു നേരത്തെ തന്നെ ഇത്തരത്തിലൊരു സംഭവമൊക്കെ ഉണ്ടായപ്പോൾ അതിന്റെ ഒരു മാനസികമായ വിഷമം ബുദ്ധിമുട്ടും ഒക്കെ തന്നെ സ്വാഭാവികമായും മനുഷ്യരാണ് ഉണ്ടാകും. അപ്പോൾ അത്തരത്തിൽ കടുംപിടുത്തത്തിൽ സർക്കാർ കടക്കാൻ സാധ്യതയില്ല. അപ്പോൾ ബാലുവിന്റെ തീരുമാനങ്ങളിലേക്ക് പോകുക അല്ലെങ്കിൽ അനുനയിപ്പിച്ച ബാലുവിനെ തിരികെ ജോലിയിൽ കൊണ്ടുവരിക എന്നുള്ള ഒരു ഓപ്ഷനുകൾ മാത്രമാണ് അവർക്ക് മുൻപിൽ നിലനിൽക്കുന്നത്.